എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് ബാൾ ഗ്രേപ്പ് ജ്യൂസ്, അതായത് ജ്യൂസ് മുന്തിരി വെച്ചാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയൊന്ന് നോക്കാം. അതിന് നന്നായി കഴുകിയെടുത്ത ജ്യൂസ് മുന്തിരിയാണിത്. ഇത് ഒരു പാത്രത്തിലോട്ടിട്ട് ആവശ്യമായ വെള്ളം, അത് നികക്ക വെള്ളം ഒഴിച്ചാൽ മതി. ഇതൊന്ന് തിളച്ച് കഴിയുമ്പം ഇതിൻ്റെ തൊലി പൊട്ടാൻ തുടങ്ങുന്ന പരുവത്തിൽ നമുക്കിത് തീ ഓഫ് ചെയ്യാം. തൊലി പൊട്ടണം കുറേ എണ്ണത്തിൻ്റെ. എന്നിട്ട് നമുക്കിത് തീ ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. കടയിൽ നിന്ന് വാങ്ങുന്ന മുന്തിരിയല്ലേ, അപ്പോൾ ഒത്തിരി വിഷങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ. അപ്പം നമ്മൾ നല്ലപോലെ കഴുകി ഉപ്പും മഞ്ഞളൂടെ ചേർത്ത വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടതിന് ശേഷം നന്നായി കഴുകിയെടുക്കണം കേട്ടോ. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല തൊലി ചെറുതായിട്ട് പൊട്ടാനും തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ചൂടൊന്ന് പൊട്ടട്ടെ. തിളച്ചൊരു 2-3 മിനിറ്റ് മതി. കണ്ടോ, എല്ലാം പൊട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈ പരുവം മതി കേട്ടോ. തീ ഓഫ് ചെയ്യുക, തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുക. അത് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. ഞാനിതിന് പഞ്ചസാര ചേർത്തിട്ടില്ല, കാരണം ഇതിന് ഇച്ചിരി മധുരമുള്ള മുന്തിരിയാണ്, അതുകൊണ്ട് കേട്ടോ. അരയ്ക്കുന്നതിന് മുമ്പായി ഇതുപോലെ പൊട്ടിയ ബോൾ കുറച്ച് പെറുക്കി മാറ്റണം. എന്നിട്ട് ഇതിൻ്റെ കുരു കളയണം. ആവശ്യത്തിന് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മളിത് മിക്സിയിൽ അടിച്ച് ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് അരിച്ചെടുക്കുക. ഇപ്പോൾ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല കളറാണ് കണ്ടോ. അത് ജ്യൂസ് മുന്തിരി ആയതുകൊണ്ടാണ് ഈ കളർ ഇരിക്കുന്നത്. നന്നായി അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ് ബൗളിലോട്ട് പകരാം. കുരു കളഞ്ഞ് വെച്ചിരിക്കുന്ന ബോള് അത് ഇതിനകത്തോട്ടിടുക. കണ്ട, ഇത് കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിയാ സീഡാണ്. ഒന്ന് ചുമ്മാ ഇത് നല്ല ആരോഗ്യത്തിന് നല്ലതാണ്. ഇതിന് എല്ലാ മിനറൽസും അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വണ്ണവും വെയിറ്റൊക്കെ കുറയ്ക്കുന്നതാണ്. ഇതിനകത്ത് എല്ലാ മിനറൽസും, സിങ്കും, കാൽസ്യവും, പ്രോട്ടീനും, ഒമേഗ-3 ഫാറ്റി ആസിഡും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഫൈബറുണ്ട്. അതുകൊണ്ട് ഇത് നമ്മുടെ ശരീരഭാരം കുറയ്ക്കുന്നതാണ്. ഇത് വെള്ളത്തിൽ ഇടുമ്പോൾ ജെല്ലി പോലെ ആകും. ഇത് വെള്ളത്തിനെ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇത് നമ്മുടെ വയറ്റിൽ ചെല്ലുമ്പോഴും ഇതുപോലെ കുതിർന്ന് വെക്കും. നമുക്ക് അതുകൊണ്ട് വിശപ്പ് അനുഭവിക്കില്ല. അപ്പോൾ ആഹാരത്തിന് മുമ്പ് നമ്മൾ ഇതൊരു കുറച്ചെടുത്തിട്ട് ഗ്ലാസ്സിനകത്തൊരു വെള്ളം ഒഴിച്ച് കുടിക്കണം. അപ്പോൾ ഞാൻ അല്പം ചിയാ സീഡ് കുതിർത്തതോടെ ഇടുവാണ്. ഞാൻ ഇതിനകത്ത് ഷുഗർ ചേർത്തിട്ടില്ല, കാരണം ഇതിന് മധുരമുണ്ട്. അതുകൊണ്ട് ഐസ് ക്യൂബ് ഇടുന്നു. ഇതാണ് ചിയാ സീഡ്. ഇത് ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു ഗ്ലാസ്സിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കുക. ഒരു 20 മിനിറ്റ് ആകുമ്പോൾ കുതിരും. പിന്നെ നമ്മുടെ ആവശ്യത്തിന് കുറച്ചെടുത്തിട്ട് വെള്ളം ചേർത്ത് നമുക്കിത് കുടിക്കാം. വെറും വയറ്റിൽ കുടിച്ചാൽ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെറും വയറ്റിൽ കുടിച്ചാൽ ഏറ്റവും നല്ലതാണ്. ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണം. ഇതിനകത്ത് ഒമേഗ-3 ഫാറ്റി ആസിഡൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഫൈബർ കഴിക്കുന്നവർക്ക്, അലർജി ഉള്ളവർ ഇതെടുക്കരുത്. അപ്പോൾ ഈ വേനൽക്കാലത്ത് നമുക്ക് നല്ല സ്വാദിഷ്ടമായ ബാൾ ഗ്രേപ്പ് ജ്യൂസ് നമുക്കുണ്ടാക്കാം, കുടിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.